നരക ചെല്ലത് അള്ളാഹുടെ ക്രോധവും അതുപോലെ ഭയാനകമായ ശിക്ഷകൾ ഒളകൊണ്ട ഒരു ലോകമാണെങ്കിൽ സ്വർഗ അള്ളാഹുടെ അനുഗ്രഹവും അള്ളാഹുടെ കാരുണ്യങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ടതായ ഒരു ലോകമായിട്ടേക്കും. ആ സ്വർഗത്തെ സംബന്ധിച്ചിട്ട് പരിശുദ്ധമായ ഖുർആനിൽ അവിടുത്തെ വൈഭവത്തെ ഒരുപാട് സ്ഥലത്തിൽ വിവരിച്ചത് കാണുവാൻ സാധ്യമാവും. ഒരു ആയത്തിൽ നമുക്ക് കണ്ട് ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് അങ്ങ് ചെയ്തതായ സൽക്കർമ്മത്തിന് പ്രതിഫലമായിട്ട് അങ്ങളെ കൺമനങ്ങ കുളിർമിപ്പിക്കുന്നതായ ഒരുപാട് നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ അവിടെ എന്താക്കപ്പെട്ടു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരാൾക്കും കൊന്നിട്ടില്ല. അതെല്ലാം ഗുപ്തമാക്കി വെക്കപ്പെട്ടു. അതെല്ലാം സീക്രട്ടിലുണ്ട്. എന്തെല്ലാം അനുഗ്രഹങ്ങളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസ് മുഖാന്തര സ്വർഗത്തെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് വിവരിച്ച് തന്നത്, അവിടുത്തെ വൈഭവത്തെ വിവരിച്ച് തന്നത്. ഒന്നാൾ മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാബിൽ നിസ്കരിച്ചിരിക്കുമ്പോൾ എന്തോ ചെറിയൊരു തെല്ല് ഒരു സ്റ്റെപ്പ് എതിർ പോയിട്ട് എന്നിട്ട് എന്തോ എടുത്ത പോലെ ആക്കിത്ത്. ഇത് കണ്ടേ സഹാബത്ത് സലാമിറ്റേ പിന്നെ ചെന്നാൽ റായിനാക്ക യാ റസൂലല്ലാഹ് തനാവത്ത ഷയ്യൻ മിൻ മഖാമിക്. ഇപ്പോൾ ഇന്നത്തെ നിങ്ങൾ നിസ്കാരത്തിൽ എന്തോ നിങ്ങൾ എടുക്കോ ഭർത്തായ പോലെ കണ്ടാണ്. അപ്പോൾ ചെന്നിട്ട് ഇന്നി റായിത്തുൽ ജന്ന, നാണ് എൻ്റെ നിസ്കാരത്തിൽ സ്വർഗത്തെ നാണ് കണ്ടേ. അള്ളാഹു നമുക്ക് സ്വർഗത്തെ കാണിച്ചു തന്നു. അങ്ങനെ സ്വർഗത്തെ തോട്ടത്തിൽ ഇടയിൽ നിന്നിട്ട് ഒരു മുന്തിരിങ്ങയുടെ ഒരു ദ്രാക്ഷിയുടെ ഇങ്ങനെ ഗിട നാ കണ്ടേ. അതിലെ പിന്നെ തനാവൽത്ത് ഉൻകൂദൻ, അതിലെ ഒരു ദ്രാക്ഷിയുടെ വള്ളിയിൽ നിന്നിട്ട് ഒരു ദ്രാക്ഷി എടുക്കുമെന്നാണ് എന്തൊക്കെ പ്രയത്നമാക്കി. അങ്ങനെ പിന്നെ എനിക്ക് ഓർമ്മയായിട്ട് അത് ഞാൻ നിസ്കാരത്തിലുള്ളല്ലേ ഇപ്പോൾ എടുക്കുന്ന സമറിലാണ് വിചാരിച്ചിട്ട് ഞാൻ പേര് വന്നേ. അതുകൊണ്ടായിട്ട് നിങ്ങൾ അത് നന്നെ കണ്ടത്. വലവ് അസബ്തുഹു ല അക്കൽത്തും മിൻഹു മാ ബഖൈത അൽ ദുനിയ. വർഷമാത്ത ആ ഒരു ദ്രാക്ഷി സ്വർഗത്തൊരു ദ്രാക്ഷി നാ മാത്ര എടുത്തിട്ടുണ്ടായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് ലോങ് നിങ്ങൾ ബേർ നടക്കൂ ആ ഒരു ദ്രാക്ഷി മെയ്യാവുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു ദ്രാക്ഷി കൊണ്ട് ഇടീ മദീനത്തെ അഹലുമാർക്ക് ലൈഫ് ലോങ് ബേർ നടക്കൂ മെയ്യാവുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേവലം സ്വർഗത്തെ ഒരു ദ്രാക്ഷിയുടെ വിഷയം ഉണ്ടായെങ്കിൽ ഇനി സ്വർഗത്തെ തോട്ടത്തെ വിഷയം എന്തിനെ, സ്വർഗത്തെ ബിൽഡിങ്ങിൻ്റെ വിശേഷത്തെ എന്തിനെ ഒന്നും വർണ്ണിക്കോ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അള്ളാഹു ഞങ്ങളെല്ലാവരെയും സ്വർഗീയ അഹലുക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുമായി പൊരുത്തപ്പെട്ട് എല്ലാവരെയും പെടുത്തുമെന്ന് അനുഗ്രഹിക്കട്ടെ.